മലയാളത്തിലെ എക്കാലത്തെ മികച്ച നടന്മാരിൽ ഒരാളാണ് മുകേഷ്. എന്നും ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരുപിടി മികച്ച സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച നടനാണ് അദ്ദേഹം. 42 വർഷത്തെ കരിയറിൽ 300-ലധികം സിനിമകളിൽ മുകേഷ് ഭാഗമായി. അഭിനയത്തോടൊപ്പം ടെലിവിഷൻ അവതാരകനായും മുകേഷ് തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 4 പതിറ്റാണ്ട് കാലത്തെ സിനിമാ അനുഭവങ്ങൾ മുകേഷ് കഥകൾ എന്ന പേരിൽ തന്റെ യൂട്യൂബ് ചാനലിലൂടെ മുകേഷ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. വളരെ നർമ്മകഥകൾ മികച്ച രീതിയിൽ അവതരിപ്പിച്ച പരിപാടിയായിരുന്നു മുകേഷ് കഥകൾ. 100-ലധികം എപ്പിസോഡായിരുന്നു മുകേഷ് കഥകൾക്ക് ഉണ്ടായിരുന്നത്. നെഗറ്റീവ് പറഞ്ഞു പരത്തി പൈസ ഉണ്ടാക്കരുത് എന്ന് മുകേഷ് കഥകൾ ആരംഭിച്ചപ്പോൾ തന്നെ മനസ്സിലുറപ്പിച്ചിരുന്നുവെന്ന് മുകേഷ് പറഞ്ഞു. നെഗറ്റീവ് കണ്ടന്റുകൾക്ക് പിന്നാലെ ആളുകൾ പോകുന്നത് ഒരു പരിധിവരെ തടയുക എന്നതായിരുന്നു തന്റെ ലക്ഷ്യമെന്നും മുകേഷ് പറഞ്ഞു. എന്നാൽ 100 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ചിലർ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഉഡായിപ്പ് കഥകൾ പറയാൻ ആവശ്യപ്പെട്ട് മുകേഷ് കൂട്ടിച്ചേർത്തു. സില്ലി മോങ്സ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിലാണ് മുകേഷ് ഇക്കാര്യം പറഞ്ഞത്. ആളുകൾക്കൊരു സ്വഭാവമുണ്ട്. ആരെങ്കിലും പറ്റി നെഗറ്റീവ് പറയുന്ന കണ്ടന്റുകൾ കൈയും നീട്ടി സ്വീകരിക്കും. മുകേഷ് കഥകൾ എന്ന ആശയം മനസ്സിൽ വന്നപ്പോൾ തന്നെ ഞാൻ മനസ്സിലുറപ്പിച്ച കാര്യമാണ്, ആരെപ്പറ്റിയും നെഗറ്റീവ് പറയരുത്, നന്മ മാത്രം പരത്തുക. നല്ല രീതിയിൽ ആളുകൾ ആ പരിപാടി ഏറ്റെടുത്തു. 100 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ചിലർ കമന്റ് ബോക്സിൽ വന്നിട്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒരുപാട് ഉഡായിപ്പ് കഥകൾ ഉണ്ടാകുമല്ലോ, അത് പറഞ്ഞിട്ട് 2 പേരെയും അങ്ങ് പൊളിക്ക് എന്നൊക്കെ പറയുന്നത് കണ്ടു. എത്ര കാലം കഴിഞ്ഞാലും ചിലർക്ക് മറ്റൊരാളെ പറ്റിയുള്ള കുറ്റം കേൾക്കാൻ മാത്രമേ താല്പര്യമുണ്ടാകൂ, മുകേഷ് പറഞ്ഞു.